ശ്രീമതി ഉഷ, ഇനി എന്ത് സംഭവിക്കും? ഇപ്പോൾ റിപ്പോർട്ടൊക്കെ വന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഒരു സ്വയം ശുദ്ധീകരണത്തിന് മലയാള ചലച്ചിത്ര മേഖല തയ്യാറാകും എന്ന് കരുതുന്നുണ്ടോ? നമ്മളൊക്കെ ആരാധിക്കുന്നവർ അതിന് മുൻകൈ എടുക്കും എന്ന് കരുതുന്നുണ്ടോ? അമ്മ സംഘടന അതിന് നേതൃപരമായ പങ്ക് വഹിക്കുമെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം ചെയ്തവർ ഇനി ഭയപ്പെടണം. കുറ്റം ചെയ്യാത്തവർ അവിടെ ഇരിക്കും. നിർബന്ധിച്ചിട്ട് അല്ലെങ്കിൽ നിർബന്ധപൂർവം വരുന്ന എല്ലാ പെൺകുട്ടികളെ, ആർട്ടിസ്റ്റുകളെ അല്ലാത്തവർ അവർ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവർ, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണമെന്നാണ്. അവർ ഇനിയും തിരുത്താൻ തയ്യാറല്ല. ഇപ്പം 2-3 ആർട്ടിസ്റ്റുകൾ ഭയങ്കരമായിട്ട് ഡ്രഗ്സ് അടിക്കുകയോ സെറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തപ്പോ അവരെ ഒരു വർഷമെങ്കിലും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താതെ ഉടനെ ചേർത്ത് പിടിച്ച് അവരെ കൊണ്ടുവന്നിട്ട് വീണ്ടും വീണ്ടും സിനിമയിൽ അഭിനയിപ്പിക്കുമ്പോഴൊക്കെയാണ് സിനിമാ ലോകം ഇല്ലെങ്കിൽ സംഘടന വഴിതെറ്റിപ്പോകുന്നത്. സംഘടന ശക്തമായിരുന്നിട്ട് ആരാണോ തെറ്റ് ചെയ്തത് അവരെ മാറ്റി നിർത്തിയിട്ട് തെറ്റ് അനുഭവിച്ചവരെ ചേർത്ത് പിടിച്ച് അമ്മയുടെ മക്കളായി കണ്ട് അമ്മ എന്ന് പറയുന്ന ആ ഒരു പുണ്യമായ വാക്കിന്റെ അർത്ഥം എല്ലാ മക്കൾക്കും, അതായത് അമ്മയിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ തന്നെ ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് കാട്ടിക്കൊടുക്കണം. ഇല്ലെങ്കിൽ ഇവിടെ ലോകം മുഴുവനും അമ്മ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇഷ്ടം പോലെ മോശമായിട്ടുള്ള കമന്റുകൾ ഞാൻ കേൾക്കുന്നുണ്ട്, വായിക്കാറുമുണ്ട്. അവര് സംഘടനയായിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പൊ വന്ന പെൺകുട്ടികളെയൊക്കെ, അതായത് ആ പെൺകുട്ടികൾ ഈ പറയുന്ന ഹേമ കമ്മീഷനെ ശക്തമായി കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ എഴുതുന്ന കമന്റാണ് ഈ അമ്മ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഈ തീട്ടത്തെ ഇവരെന്തിനാണ്, അവരാണ് പറയുന്നു ഞങ്ങൾ ഹേമ കമ്മീഷനെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇവിടെ മനോരോഗികളാണ് കൂടുതലുള്ളത്. മനോരോഗം. ഒരു മനുഷ്യൻ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയെ അതിദാരുണമായിട്ട് ചിത്രവധം ചെയ്യുന്നവര്. എന്തിനാണ് നമ്മുടെ നയൻതാര കല്യാണം ഇതിന്റെ അടിയിൽ വന്ന കമന്റ്സ് നിങ്ങൾ പ്രബുദ്ധ മലയാളികൾ എഴുതിയ കമന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ എന്താ അശ്ലീലമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളുടെ മക്കളുകൾ അവരെവിടെയെങ്കിലും പോയി ഒരു ജോലിക്ക് ചേർന്ന് കഴിഞ്ഞാൽ അതിക്രൂരമായ ഭാഷയിലാണ് അവരെ പറ്റി സംസാരിക്കുന്നത്. അച്ഛൻ തെറ്റ് ചെയ്താൽ മക്കളെ പീഡിപ്പിക്കുന്ന കാലത്തിലേക്കൂടിയാണ് നമ്മൾ കടന്നുകൊണ്ട്. ആത്മനിർവൃതി, അതായത് അവനത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന അതിക്രൂരമായ വൃത്തികെട്ട ലാംഗ്വേജിൽ മലയാളത്തിൽ എഴുതി വെക്കുകയാണ്. ലോകം മുഴുവനും നമ്മൾ സഞ്ചരിച്ചാലും ശരി, ഇത്രയ്ക്ക് വികൃതമായ വൃത്തികെട്ട ഭാഷയിൽ പ്രതികരിക്കുന്ന ഒരു സമൂഹം ഈ മലയാള മണ്ണിൽ മാത്രമേ ഉള്ളൂ. അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഇവിടെ സിനിമാ ലോകത്തുള്ളൂ, അത് തെറ്റാണ്. ലോകത്ത് മലയാളികൾ എവിടെയുണ്ടോ അവർ മലേഷ്യയിൽ പോയാലൊക്കെ ഒരു ചുവന്ന ബൾബ് കെട്ടിയിട്ട് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ ലൈസൻസ് ഉള്ള കേന്ദ്രങ്ങളുണ്ട്. കേരളത്തിൽ ഇല്ല. കേരളത്തിൽ എന്ന് അതുപോലത്തെ ലൈസൻസ് ഉള്ള വ്യഭിചാരശാലകൾ കൊണ്ടുവരുന്നു അന്ന് തീരും നികൃഷ്ടമായ ഭാഷയിൽ ആണുങ്ങൾ, അതായത് ഏറ്റവും നികൃഷ്ടമായ ഭാഷയില് ആണ് പെണ്ണിനെ ചിത്രവധം ചെയ്ത് സംസാരിക്കുന്നത് തീരണമെങ്കിൽ നമ്മൾക്ക് ആദ്യം വേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം ഞാൻ കണ്ടെടുത്തോളം അങ്ങനെയാണ്. ഇവിടെ ഒന്നിനും എല്ലാവരും തലയിൽ മുണ്ടിട്ടിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് എന്താ പറയാ, അവൻ അത് ചെയ്തു, ഇവൻ ഇത് ചെയ്തു, മറ്റവൻ അത് ചെയ്തു, ഞാൻ എന്താണെന്ന് ആദ്യം ചിന്തിക്കൂ. ഞാൻ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവർ, വിവേകമുള്ളവർ, വിജ്ഞാനമുള്ളവർ എന്ന് പറയുന്ന നമ്മൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും മലയാളി എന്ന് പറഞ്ഞ ആളുകൾക്ക് പുച്ഛമാണ്. ഇപ്പോ കാറി തുപ്പേണ്ട അവസ്ഥയിലോട്ടാണ് മലയാളിയുടെ അവസ്ഥ. എന്തുകൊണ്ട് അങ്ങനെ? എന്തുകൊണ്ട് നമ്മൾ ഇത്രയ്ക്ക് അധപ്പതിച്ചു പോയി? ഒരു കാര്യത്തിന് ഒരു 5-8 വർഷമായിട്ട് കേരളത്തിന്റെ അവസ്ഥ ദയനീയമാണ്. ദയനീയമായ അവസ്ഥയിലേക്ക് കൂടിയാണ് കടന്നു പോകുന്നത്. ഞാൻ 2 കേസ് ഞാൻ കമ്മീഷണർ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. ഒരുത്തൻ 30 ലക്ഷം രൂപ എന്നെ പറ്റിച്ച് ട്രേഡിംഗ് കമ്പനി ഇട്ടിട്ട് അവൻ എന്നോട് ചോദിക്കുന്ന ആളുകൾ എന്നോട് ചോദിക്കുന്നു, ട്രേഡിംഗ് കമ്പനിയിൽ നിങ്ങൾ എന്തിനാ പൈസ ഇട്ടേന്ന്? ഒരു കമ്പനിയിൽ പൈസ ഇട്ടത് പോലും തിരിച്ചു മേടിച്ചു തരാൻ ഇവിടെയുള്ള പോലീസിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മളുള്ളത്. ഈ വീട്ടിന്റെ പുറത്തോട്ട് ഇറങ്ങിപ്പോയാൽ ഏത് മക്കളാണ് തിരിച്ചിട്ട് ജീവനോടെ ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നത്?
ആൺകുട്ടികൾക്ക് സുരക്ഷിതത്വം ഉണ്ടോ? പെൺകുട്ടികൾക്ക് സുരക്ഷിതത്വം ഉണ്ടോ? വലിയ ആളുകൾക്ക് സുരക്ഷിതത്വം ഉണ്ടോ? അവർ പുറത്തോട്ട് ഇറങ്ങിപ്പോയാൽ ആരാണ് തിരിച്ചിട്ട് തിരിച്ച് ഏത് മക്കളാണ് നമ്മുടെ വീട്ടിന്റെ അകത്തോട്ട് തിരിച്ചു വരിക? ഇത് മാറ്റിയെടുക്കൂ, മാറ്റിയെടുത്തേ പറ്റൂ. കാരണം നല്ലൊരു കേരളം അത് നശിപ്പിക്കപ്പെടാൻ പാടുള്ളതല്ല. പ്ലീസ്. കേരളത്തെ നല്ലതാക്കി മാറ്റാൻ സാംസ്കാരിക പ്രവർത്തകരുടെ നിസ്തുലമായിട്ടുള്ള ആ പങ്കും ഉണ്ടാവണം. അത് സിനിമാ മേഖല അറിയാലോ, സാംസ്കാരിക രംഗവുമായിട്ട് ഇഴചേർന്ന് പ്രവർത്തിക്കുന്നതാണ്.